വിത്തിഞ്ചി നല്ല രീതിയിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി കുറച്ച് കിളച്ചെടുത്തിട്ടുണ്ട്. അതായത് വിത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയാണ് ഇപ്പോൾ കിളച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഇതേപോലെ തന്നെ കല്ലെല്ലാം കളഞ്ഞിട്ട്, അതായത് മണ്ണെല്ലാം തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വേരെല്ലാം കളഞ്ഞ് ഇതിനെ ഒരുക്കിയെടുക്കുന്ന പരിപാടിയാണ് ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇത് അതിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതിൽ ഒരു മൂടാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക്, അതായത് നല്ല ആരോഗ്യമുള്ള ഇഞ്ചികളായിരിക്കണം, അതായത് ആ രീതിയിലുള്ള കായ്ക്ക് നിൽക്കുന്ന പ്ലാന്റുകളായിരിക്കണം നമുക്ക് വിത്തിന് വേണ്ടി വെക്കേണ്ടത്. എന്നിട്ട് അത് നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതേപോലെ നമുക്കാണെങ്കിൽ ഒരുക്കിയെടുക്കണം. ഇതേപോലെ എല്ലാ വേരുകളും കളഞ്ഞ് നമ്മൾ ഒരുക്കിയെടുക്കുകയാണ്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അടുത്ത ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ചാണകപ്പാലി മുക്കി ഉണക്കിയെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ചാണകത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യേണ്ടത്, അതായത് നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തെടുക്കേണ്ട, ഒരു കുഴമ്പ് രൂപത്തിൽ എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വിത്തിഞ്ചികളെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു നല്ല തണലിൽ, അതായത് ഇപ്പോഴത്തെ വെയിലത്തിരുന്ന് കരിഞ്ഞു പോകാതെ, അതായത് ചൊക്കി ചുളുങ്ങിയൊന്നും പൊന്നലായി പോകാതെ നല്ല ഷെയ്ഡിൽ തന്നെ വെച്ച് ഇതിലൊന്ന് ഉണക്കിയെടുക്കണം. പുകയത്ത് ചെയ്യാൻ വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൂടി വന്നാൽ ഒരു ദിവസത്തെ പുക, അല്ലെങ്കിൽ 2 ദിവസത്തെ പുക കൂടുതൽ ഞാൻ കൊടുക്കത്തില്ല. കാരണം ഇത് കൂടുതലായി കഴിഞ്ഞാൽ ചൂട് പിടിച്ച് വെന്ത് പോകും ഇഞ്ചി. അതുകൊണ്ട് 1 or 2 ദിവസത്തെ പുക കൊടുക്കുമെന്നുള്ളതേ ഉള്ളൂ പുകയത്ത് വെച്ച്. അത് നേരത്തേക്ക് ഇത് ഈ ചാണകപ്പാൽ ഇഞ്ചിയിലങ്ങ് പറ്റി പിടിച്ചിരിക്കും. അതെടുത്ത് ഷെയ്ഡുള്ളിടത്തോട്ട് നമ്മുടെ ഈ ഷെഡിലോ എവിടെയെങ്കിലും നിരത്തിയിട്ട് കഴിയുമ്പോൾ, സിമെൻറ്ററയിലല്ല, അല്ലാതെ മണ്ണിൽ നിരത്തിയിട്ട് കഴിയുമ്പോൾ അത് ചെറിയ മുള വന്നിട്ട് ആ മുളയിൽ ചെറിയ വേരുകൾ പൊട്ടാൻ തുടങ്ങും. നമ്മൾ നടുന്നതിന് 1 മാസം മുമ്പേ ഞാനിത് സാധാരണ ചെയ്തോളൂ. ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. മാർച്ച് ഒടുവാകുമ്പോഴത്തേക്ക് ഞാൻ നല്ല മഴ പെയ്ത് ഭൂമി തണുത്ത് കഴിയുമ്പോൾ ഞാൻ വാരം വെട്ടി ഈ ഇഞ്ചി ഓരോ ചെറിയ കഷണങ്ങളാക്കി നടുകയാണ് പതിവ്.